രോഗിയുടെ മരുന്ന് മൊത്തം കട്ടുവിറ്റ് കാശുവാരും സൂസമ്മ. കാശില്ലാത്ത രോഗികളെ കണ്ടുരുട്ടി കാട്ടും, കാശ് നൽകും രോഗികളെ കണ്ടിറുക്കി കാട്ടും. ചകറായ കിളന്മാരും ഇവളെ കണ്ട തുള്ളിച്ചാടും. ഇവനല്ലോ സൂസമ്മ, വന്നല്ലോ സൂസമ്മ. സൂസമ്മേ മൊത്തത്തിലുള്ള സെറ്റപ്പ് കൊള്ളാന്ന് പറയരുത്. അല്ലെങ്കിൽ ആശുപത്രിയുടെ കട്ടില് മൊത്തം ഇപ്പൊ കൊതുക്. അയ്യോ, അത് കൊതുക് വലയല്ല, പിന്നെ അത് ചിലന്തി വലയാ. കമ്പൗണ്ടർ അല്ല, ഈ ആശുപത്രിയിലെ ചികിത്സ ഇപ്പൊ എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എന്റെ ജോലി പോകും. അപ്പൊ നുണ പറഞ്ഞാലാ എന്റെ ജീവൻ പോകും. അല്ലോ, എന്താ വേണ്ടെന്ന് കാണാൻ തീരുമാനിച്ചോ? ഞാൻ ഈ കൊച്ചായിട്ട് സംസാരിച്ചോളാം. മോളെ സിസ്റ്ററെ ആ പഞ്ഞിക്കൈ വെച്ചത് ഇക്കടി നടുവിന്റെ അവിടെ ഒന്ന് പിടിച്ച തീരെ വയ്യ, വല്ലാത്ത ഇടങ്ങേറാണ് പൊന്നു മോളെ. എന്താ അസുഖം? ശ്വാസം മുട്ട് സഹിക്കണില്ല നൈസേ, അപ്പൊ ശ്വാസം മുട്ട് സഹിക്കാൻ മേലെ നൈസേ. ഒന്ന് വന്നേക്ക് പോ, ചണ്ടിന്റെ അകത്തിൽ എന്ത് വേദന, ഒന്ന് നോക്കിയേക്ക് പോ. അച്ഛനേക്ക് ഒറ്റ മൂലിക നല്ല വിറ്റാമിന. ഇവിടെ തന്നെ ഇപ്പൊ ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകാനല്ലേ? പിന്നെ താരം ഇങ്ങോടെ ഓടിപ്പോണത്. എന്റെ ഓപ്പറേഷൻ ചെയ്യാൻ എടുത്തപ്പോ ആ നഴ്സുമാര് പറയുവാ, പേടിക്കണ്ട, ആദ്യമായിട്ടല്ലേ, ഒന്നും സംഭവിക്കില്ല, ധൈര്യമായിട്ട് ഇരിക്കട്ടെ, ഞങ്ങളൊക്കെ ഇല്ലെന്ന്. എടോ, അത്
വലത് കാലിന് ഭയങ്കര വേദനയാണ്. അത് ഈ പ്രായത്തിന്റെയാണ് കേട്ടാ. അപ്പൊ എടുത്തേക്കാളും ഈ പ്രായം തന്നെയല്ലേ അതിനും വേദന വരണ്ടേ? ശരിയാണല്ലോ. പിന്നെ ഒരു വെറൈറ്റി അസുഖം, അതായത് നമ്മൾ ഉറക്കത്തിൽ കിടന്ന് ഖുശുബൂനെ സ്വപ്നം കാണുന്നു. സിനിമാനല്ലേ ഖുശ്ബൂനെ? ആ ഖുശുബൂനെ ഇങ്ങനെ സ്വപ്നം കണ്ടു കണ്ട് ഖുശുബൂനെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും ഖുശുബോട് കളയും. ഇതിനെന്താണ് ഒരു കോമൈ? ഇനി അത് ഖുശ്ബൂന്റെ സ്വപ്നം കാണാതിരിക്കാനുള്ള മരുന്ന് തന്നെ പോലെ. ആ മരുന്ന് വേണ്ടാതെ പിന്നെ അല്ല, ഈ ഖുശുബു ഓടി പോകാതിരിക്കാനുള്ള മരുന്ന് വല്ലതും. അല്ല അതാ നമ്മുടെ അല്ല തുള്ളവൻ. ഇതാരുടെ ഒക്കെ തുള്ളിപ്പോയത്? അറിയില്ലേ? ഇവിടെ തുള്ളി മരുന്ന് ഉണ്ടാക്കുന്ന ആടാ പോണത്. ആടാ. ഞാനൊരു പണി അയാളുടെ അടുത്തിൽ ഒരു മരുന്ന് തരും. അത് ശരിക്കും അങ്ങോട്ട് കുലുക്കിട്ട് അങ്ങോട്ട് കഴിച്ചാൽ മതി. മതിയല്ലേ? ഓക്കെ. ഉള്ളിന് പോളെഴുതാ മതി. അയ്യോ സാറേ, പീഡനക്കേസിൽപ്പെട്ടൊരു പെണ്ണ് കുറച്ച് പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കണ്. പീഡനക്കേസിൽ ഇപ്പൊ കുട്ടിയാണ്. എന്നാ അവക്കൊരു VIP മുറിവുണ്ട്. അവിടെ സുഖമായി പ്രസവിക്കട്ടെ. അമ്മേ അമ്മായിയമ്മേ അമ്മേ, അമ്മായിയമ്മയുടെ അമ്മേ അമ്മായിയമ്മയുടെ അമ്മയുടെ അമ്മയുടെ അമ്മമ്മേ ഇതൊക്കെ സർലത്തേക്കടെ അമ്മേ. എനിക്ക് പോലും പരിചയമില്ലാത്ത എന്റെ കൊച്ചിന്റെ അച്ഛൻ. എടോ, പീഡനത്തിൽപ്പെട്ട എത്രാമത്തെ പെണ്ണാണ് വന്നത്? എന്റെ പൊന്നു സാറേ, ഇപ്പൊ അവരുടെ കാലമല്ലേ? എന്ത് കാലം? പീഡനക്കാലം. പീഡനക്കാലം 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 എട്ടും പൊട്ടും തിരിയാൻ തിരഞ്ഞു പോലും നാട്ടിലും പീഡനക്കാലം പഠിത്തി കുത്തിപ്പോകും മുഖ്യം പോലും നാട്ടിലും പീഡനക്കാലം പീഡനക്കാലം തിരി തുറന്നാൽ പീഡനം മാത്രം. അയ്യോ ഈ അറവശാല ആശുപത്രിക്ക് സകല ഐശ്വര്യങ്ങൾ ഉണ്ടാക്കണേ. മാത്രമല്ല പാവം രോഗികളുടെ പനിയും തലവേദനയും മാറ്റി വല്ല എയ്ഡ്സോ പ്ലേഗോ ആക്കി ഞങ്ങളുടെ ബഡ്ജറ്റ് ഉയർത്തണേ ഭഗവാനെ. ഹായ് സിസ്റ്റർ. സിസ്റ്റർ അനസ്തേഷ്യ. വട്ടത്തിലൊരു പൊട്ടും തട്ടത്തിലൊരു സിറിഞ്ചും മുട്ടറ്റം സോക്സും ഇട്ട് സിസ്റ്ററെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, ഒരു വട്ടത്തി തന്നെ. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഏത് രോഗിയാണ് പടമാകുന്നത്? ഇന്ന് ശവപ്പെട്ടിക്കട അവധിയായതിനാൽ ഓപ്പറേഷനുകളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ആട്ടെ, കൈക്കൂലി തന്നാലോ? കൈക്കൂലി ഞാൻ ഈ കൈ കൊണ്ട് തൊടില്ല. വേണമെങ്കിൽ ഈ പോക്കറ്റിലിട്ടോണം. ഡോക്ടർ, എന്റെ ഹൃദയമാകുന്ന സിറിഞ്ചിനുള്ളിൽ ഡോക്ടർ എന്ന മരുന്നാണ്. അതിവിടുത്തെ രോഗികൾ അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഏതെങ്കിലും മാറ്റിയോ കുളത്തിലോ ചാടി ഈ യൂണിഫോം ഒന്ന് കഴുകിയേനെ. അനസ്തേഷ്യയെ രാത്രിയിൽ സിസ്റ്ററെ ഓർത്ത് ഒരുപോലെ കണ്ണു ഞാൻ അടച്ചിട്ടില്ല. ഡോക്ടറുടെ കണ്ണടയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഡോക്ടർ, കതിർമണ്ഡപത്തിൽ വെച്ച് എന്റെ കഴുത്തിൽ ഒരു സ്റ്റിച്ച് ഇടാൻ അങ്ങക്ക് കഴിയുമോ? അതെനിക്ക് കഴിയും. കഴിയില്ല. ഈ ഹോസ്പിറ്റൽ ബില്ലടക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടറെ കാണാനുള്ള സമയമല്ലത്. ഡോക്ടറെ ആക്ക് കാണണം. എനിക്കെപ്പോഴും സിസ്റ്ററെ കണ്ടാ മതി. ഇയാളുടെ ഓപ്പറേഷൻ എന്നാണ് ഡോക്ടർ? 2 വർഷം കഴിയും. ഓ, സമാധാനമായി. എന്താ? അല്ല, അതുവരെ ജീവിച്ചിരിക്കാമല്ലോ. ആ ഡോക്ടർ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. അയ്യോ, സോപ്പ് എടുക്കാൻ മറന്നു. സിസ്റ്റർ ധൈര്യമായി പോയി കുളിച്ചോളൂ. സോപ്പുമായി ഞാനങ്ങടെ എത്താം. അയ്യോ. മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിലേറി. മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിലേറി. എന്താ പേര്? ക്രാപ്പൻ. എന്താ ജോലി? ക്ലാസ് എടുക്കാൻ പോകും. അയ്യോ, അധ്യാപകനാണല്ലേ? ചായക്കടയിൽ ഗ്ലാസ് എടുക്കാൻ പോകും. അത്രേ ഉള്ളൂ. എന്താണ് അസുഖം? പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എല്ലാവരും പറയുന്നു എനിക്ക് ഞരമ്പ് രോഗമാണെന്ന്. പറയൂ ഡോക്ടർ, എനിക്ക് ഞരമ്പ് രോഗമാണോ? അതെ. ഓ, സമാധാനമായി. അതെ. എന്തെങ്കിലും ദുശീലമുണ്ടോ? വെള്ളം കുടിക്കില്ല, ചീത്ത കളിക്കില്ല, കൊള്ളാം. കള്ളു കുടിക്കില്ല. Good. തുടക്കത്തിൽ ഞാനിതൊന്നും ചെയ്യില്ല.
ഇല്ല. അതെ, ഡോക്ടർ അച്ഛൻ എങ്ങനുണ്ട്? സുഖമുണ്ട്. വീട്ടിൽ ഇപ്പോഴും ആ പഴയ പട്ടിയുണ്ടോ? ഉണ്ട്. ഡോക്ടർ അച്ഛൻ ചത്തിട്ട് വേണം ആ പട്ടീനെ വന്നൊന്ന് കാണാൻ. അയ്യോ, ഓർമ്മകളെ കൈവള ചാത്തി വരൂ വിമുഖമിലേറി. ഓർമ്മകളെ കൈവള ചാത്തി വരൂ വിമുഖമിലേറി. ഹായ് സിസ്റ്റർ. സിസ്റ്റർ ഞാൻ എവിടെയൊക്കെ തിരക്കി. സിറിഞ്ചിൽ നോക്കി, ഡ്രിപ്പ് കുപ്പിയിൽ തിരക്കി. ഞാൻ ആ ഓക്സിജൻ സിലിണ്ടറിൽ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വീതം 3 നേരം സിസ്റ്ററെ കാണാണ്ടിരുന്നാൽ എന്റെ ഉള്ളിൽ തീയല. ഉള്ളിത്തീയലോ? അല്ല, ഉള്ളിൽ തീയാണെന്ന്. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ആര് വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. ചേട്ടാ, എന്റെ കല്യാണവും വീട്ടിൽ ഉറപ്പിച്ചു. ചെറുക്കൻ പോലീസിലാ. സിസ്റ്റർ, ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത മാസം ജാമ്യം കിട്ടും. അപ്പോ കള്ളനാണല്ലേ? ഈ തമിഴ്നാട്ടിൽ പോലും പുള്ളിക്ക് നല്ല പേരാ. എന്ത്? തിരുടൻ. സിസ്റ്റർക്ക് അറിയാമോ, എന്റെ മനസ്സൊരു സ്കാനിങ്ങിന് വേണ്ടി കൊതിക്കുകയാണ്. സിസ്റ്ററോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ സെറ്റിക്കായിട്ട് ദിവസങ്ങളായി. പ്രേമമെന്ന മുറിവ് പഴുത്ത് പൊട്ടിയൊരു വിളക്ക് പോലായി. ആ വിളക്കിൽ ഞാനൊരു തിരി ഇട്ടോട്ടെ. എന്തിന്? കാർത്തിക വിളക്കിന് കത്തിച്ചു വെക്കാനാ. എന്താ എന്ത് പറ്റി പറയൂ. അല്പം മുമ്പ് ആ മുറിയിൽ അല്പം മുമ്പ് ആ മുറിയിൽ കറണ്ട് പോയ സമയത്ത് അല്പം മുമ്പ് ആ മുറിയിൽ കറണ്ട് പോയ സമയത്ത് കത്തി നിന്നിരുന്ന ബൾബ് അണഞ്ഞു പോയി ഡോക്ടർ. അതെ, എന്റെ ബൾബിന്റെ കാര്യം കമ്പൗണ്ടറോട് പറഞ്ഞോളൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ. അയ്യോ, കമ്പൗണ്ടറോട് പറയൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ ബൾബിടാൻ. കമ്പൗണ്ടറോട് പറയൂ ബൾബിട്ട് തരാൻ. സിസ്റ്റർ, കമ്പൗണ്ടറോട് പറയൂ പനിന്റെ സിപ്പിടാൻ. സിസ്റ്ററോട്. സിസ്റ്റർ 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 എന്നിവരെ മേൽ വിളിച്ചു പോകരുത്. പിന്നെ നേഴ്സ്, മലയാളം മതി. നോക്കൂ, നേഴ്സ് അത്ര സുന്ദരിയാണ്. അയ്യോ, നവ്യ നായരെക്കാളും കാവ്യ മാധവനെക്കാളും പിന്നെ സുന്ദരിയല്ലേ മീര യാസ്മിൻ? അതിന്റെ ബൾബിന്റെ കാര്യം ഡിസ്പെൻസറിയിലേക്ക് പോന്നോളൂ. സിസ്റ്റർ ഉറങ്ങരുത്. പിന്നെ പാതിരാത്രി ഞാനങ്ങ് വരും. അയ്യോ, ഓർമ്മകളെ കൈവള ചാത്തി വരൂ വിമുഖമിലേറി. നേഴ്സിംഗ് റൂമിനടുത്ത് കമ്പൗണ്ടിനുണ്ടാ കാര്യം. വെടിപ്പുരയ്ക്കടുത്ത് ഇപ്പിടി നിൽക്കാൻ പാടില്ല. സിസ്റ്ററും ഞാനും പരസ്പരം വാൽവുകൾ കൈമാറി കഴിഞ്ഞു ഡോക്ടർ. നോക്കൂ, അതിനിടയിൽ ഞാനെന്നും ഒരണുബാധയായിരിക്കും. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ നോക്കരുത്. പൂച്ചകളെ മാത്രം തിന്നു കഴിയുന്നൊരു പാണ്ടൻ നായാണ് എന്റെ ഉള്ളിൽ. നിർത്തൂ. എന്നെ ചൊല്ലി ആരും വാഴയ്ക്കപ്പം ഉണ്ടാക്കരുത്. വാഴയ്ക്കാപ്പോ എവിടെ? അല്ല, വാഴയ്ക്കപ്പം ഉണ്ടാക്കരുതെന്ന്. സിസ്റ്റർ, ആകാശതാരകളിൽ നിന്റെ വർണ്ണങ്ങളെ സ്നേഹിച്ചു നാളിൽ ആഷാഢമേഘങ്ങളിൽ എങ്കിലും സന്ധ്യേ
ആശുപത്രിയിൽ ഇനിയും ഒരു മേജർ ഓപ്പറേഷന് ഞാൻ തയ്യാറാണ്. നിങ്ങളോ? ഞങ്ങളും ഞാനെന്നാ പുല്ല് പറിക്കാൻ പോവൂ. ഓർഡർ മരുന്നിനത്തെ ഡോക്ടർ ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തോളൂ. പക്ഷേ